നമസ്കാരം, പ്രവാസി മലയാളിയിലേക്ക് സ്വാഗതം. കുവൈറ്റിൽ ഹോം ക്വാറന്റൈനിൽ കഴിയുന്നവർക്ക് രാജ്യത്തിന് പുറത്തേക്ക് യാത്ര അനുവദിക്കുന്നതായിരിക്കും. രോഗലക്ഷണങ്ങൾ ഇല്ലെന്ന് ഉറപ്പുവരുത്തിയും യാത്രയ്ക്ക് ആവശ്യമായ മറ്റ് നിബന്ധനകൾ പാലിച്ചും വീട്ടുനിരീക്ഷണത്തിലുള്ളവർക്ക് കുവൈറ്റിന് പുറത്തേക്ക് യാത്ര ചെയ്യുന്നതിന് തടസ്സമൊന്നുമില്ലെന്ന് വിമാനത്താവള അധികൃതർ വ്യക്തമാക്കുകയുണ്ടായി. കുവൈറ്റിലെത്തുന്ന സ്വദേശികളും വിദേശികളും ഉൾപ്പെടെ മുഴുവൻ യാത്രക്കാരും 14 ദിവസം നിർബന്ധമായും വീടുകളിൽ നിരീക്ഷണത്തിൽ കഴിയണമെന്നതാണ് നിയമം. ഇക്കാര്യം ഉറപ്പുവരുത്താനായി ബോർഡിംഗ് സമയത്ത് തന്നെ യാത്രക്കാരൻ പ്രത്യേക സമ്മതപത്രം ഒപ്പിട്ട് നൽകേണ്ടതാണ്. ഷ്രോണിക് ആപ്ലിക്കേഷൻ വഴി 14 ദിവസം ആരോഗ്യ മന്ത്രാലയം ക്വാറന്റൈനിൽ കഴിയുന്നവരെ നിരീക്ഷിക്കുകയും നിർദ്ദേശങ്ങൾ ലംഘിക്കുന്നില്ലെന്ന് ഉറപ്പുവരുത്തുകയും ചെയ്തു വരികയാണ്. എന്നാൽ ഈ കാലയളവിനിടെ ഒരാൾക്ക് കുവൈറ്റിന് പുറത്തേക്ക് യാത്ര ചെയ്യണമെന്നുണ്ടെങ്കിൽ അതിന് സാങ്കേതിക തടസ്സം ഇല്ലെന്നാണ് വിമാനത്താവള അധികൃതർ വ്യക്തമാക്കിയത്. സ്വന്തം രാജ്യത്തേക്ക് മടങ്ങാൻ വിദേശികൾക്കും വിദേശങ്ങളിലേക്ക് യാത്ര ചെയ്യാൻ കുവൈറ്റ് പൗരന്മാർക്കും ക്വാറന്റൈൻ തടസ്സമാക്കുകയുമില്ല. എന്നാൽ രോഗലക്ഷണങ്ങൾ ഇല്ലാത്തവരെ മാത്രമാണ് ഇത്തരത്തിൽ യാത്ര അനുവദിക്കുന്നത്. നോ കോവിഡ് സർട്ടിഫിക്കറ്റ് ഉൾപ്പെടെ വിമാനയാത്രയ്ക്ക് ആവശ്യമായ മറ്റ് നിബന്ധനകൾ പൂർത്തിയാക്കുകയും വേണം. മാസ്കും ഗ്ലൗസും ധരിക്കാത്തവരെ വിമാനത്താവളത്തിനകത്തേക്ക് പ്രവേശിപ്പിക്കില്ലെന്ന് തെർമൽ ക്യാമറ പരിശോധനയിലൂടെ ശരീര താപനില പരിശോധിച്ച് ഉറപ്പാക്കിയ ശേഷമാണ് യാത്രക്കാരെ കടത്തിവിടുന്നതെന്നും വിമാനത്താവള വൃത്തങ്ങൾ വ്യക്തമാക്കുകയുണ്ടായി. അതോടൊപ്പം തന്നെ കുവൈറ്റ് അന്താരാഷ്ട്ര വിമാനത്താവളം പൂർണ്ണമായി തുറക്കണമെന്ന് അഹമ്മദ് അൽ ഫാദിൽ MP ആവശ്യപ്പെടുകയുണ്ടായി. വിവിധ ആവശ്യങ്ങൾക്ക് വിദേശത്ത് പോകാൻ ആഗ്രഹിക്കുന്ന വിദേശികൾക്ക് അതിന് അവസരവും ഒരുക്കണം. കോവിഡ് പ്രതിരോധത്തിനായി സമീപകാലത്ത് സ്വീകരിച്ച ചില നടപടികൾ തമാശയാണെന്നാണ് അദ്ദേഹം വ്യക്തമാക്കിയത്. റെസ്റ്റോറന്റുകളിലും കോഫി ഷോപ്പുകളിലും അപ്പോയിന്റ്മെന്റ് എടുക്കണമെന്നത് അത്തരത്തിൽ ഒന്നാണ്. ജനങ്ങളുടെ ആശങ്ക വർദ്ധിപ്പിക്കേണ്ട കാര്യവുമില്ല. പുതിയ കോവിഡ് കേസുകളുടെയും ആശുപത്രിയിൽ ചികിത്സയിലുള്ളവരുടെയും എണ്ണം സ്ഥിരത പുലർത്തുകയാണ്. വലിയ തോതിലുള്ള ആശങ്കയുടെ ആവശ്യമില്ലെന്നാണ് ഇത് തെളിയിക്കുന്നത് പോലും. കോവിഡ് വ്യാപക മരണത്തിന് കാരണമാകുന്നു എന്ന ചിന്തയ്ക്ക് അടിസ്ഥാനമില്ല. ജൂലൈ വരെയുള്ള മരണനിരക്ക് മുൻ വർഷത്തേക്കാൾ കുറവാണ്. ടെൻഡ ഓഫീസ് സ്റ്റാറ്റിസ്റ്റിക്സ് പുതുക്കിക്കൊണ്ടിരിക്കുന്നുണ്ട്. ജനങ്ങളെ ദീർഘകാലം നിയന്ത്രിച്ചു നിർത്തുന്നത് ശരിയല്ലെന്നും അഹമ്മദ് അൽ ഫാദിൽ വ്യക്തമാക്കുകയുണ്ടായി. കൂടുതൽ പ്രവാസി വാർത്തകൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ.